ഹായ് ഓൾ, കിബിറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SSC GD ഫ്രീ ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമായുള്ള റീസണിങ് സെക്ഷൻ്റെ സെക്കൻഡ് പാർട്ടാണിന്ന്. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ക്യൂബ്സ് ആൻഡ് ഡൈസും ബ്ലഡ് റിലേഷനെ ബേസ് ചെയ്തുള്ള PYQs ആണ്. സോ ആദ്യം നമുക്ക് ക്യൂബ്സ് ആൻഡ് ഡൈസിലേക്ക് പോവാം. ക്യൂബ്സിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നൊരു പാർട്ട്, എന്തൊക്കെയാണ് ക്യൂബ്, എന്താണ് അതിനകത്ത് ബേസിക് ആയിട്ട് വരുന്നത്. ക്യൂബ്സ് എന്ന് പറയുമ്പം ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ് അല്ലേ. ഇതിൽ ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റും കൂടി ചേർന്നിട്ടാണ് ക്യൂബ് വരുന്നത്. അത് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ക്യൂബ്സിൻ്റെ ബേസിക് പാർട്ടായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇതിന് മെയിനായിട്ടുള്ളത് സർഫസുകൾ, എഡ്ജസ്, കോർണർ, ഇത്രയും കാര്യങ്ങൾ ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങാം. ഇതിൽ സർഫസ് എന്ന് പറയുമ്പം മൊത്തത്തിൽ എത്ര സർഫസ് ഉണ്ടാവും ഒരു ക്യൂബ് കൺസിഡർ ചെയ്താൽ? ഞാനിപ്പം ABCD എന്നൊരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഇതൊരു സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ABCD ആ ഫ്രണ്ട് പോർഷൻ അല്ലേ, അതൊരു സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ നേരെ ബാക്കിലൊരു സർഫസ് ഉണ്ട്, 2 സൈഡ്സിലുണ്ട്, ടോപ്പ്, ബോട്ടം. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ എത്രയാ? 6 സർഫസ് ഉണ്ടെന്ന് പറയാം അല്ലേ. അപ്പം മൊത്തത്തിൽ 6 സർഫസ് ഉണ്ട്. ഇനി എഡ്ജസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര എഡ്ജസ് ആണ് ഓരോന്നിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന? AB എന്ന് പറയുന്ന ഒരു എഡ്ജാണ്, BC എഡ്ജാണ്, EF എന്ന് പറയുന്ന ഒരു എഡ്ജാണ്. അപ്പം മൊത്തത്തിൽ എത്ര എഡ്ജസ് ഉണ്ടെന്ന് നോക്കി. നമ്മൾ ഈ ABCD ആ ഒരു സർഫസ് കൺസിഡർ ചെയ്താൽ തന്നെ 4 എഡ്ജസ് ആയി അല്ലേ. പിന്നെ നേരെ ബാക്കിലും അപ്പം 4 എഡ്ജസ് ഉണ്ട്, 4 4 8 ആയി. ഇനി 2 സൈഡ്സ് കൺസിഡർ ചെയ്താൽ ഈ ഒരു ടോപ്പും ഈ ബോട്ടത്തിലെയും ആ 2 എഡ്ജ് കൺസിഡർ ചെയ്യാനുണ്ട്. പിന്നെ ഈ എഡ്ജും കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ എത്ര എഡ്ജസ് കൺസിഡർ ചെയ്യേണ്ടി വരുന്നുണ്ട്? 12 എഡ്ജസ് വരുന്നുണ്ട്. ദെൻ കോർണറിൻ്റെ കാര്യം നോക്കിയേ, എത്ര കോർണേഴ്സ് ഉണ്ട്? 3 എഡ്ജസ് വരുമ്പോഴത്തേക്കിനും ഒരു കോർണർ ആവുന്നുണ്ട്. ദേ B എന്ന് പറയുന്നൊരു കോർണർ, ഇവിടെ ഒരു കോർണർ വരുന്നുണ്ട്, ഇവിടെ ഒരു കോർണർ, ഇത് മുകളിൽ 4 കോർണേഴ്സ് ആയി അല്ലേ. താഴെ നോക്കി, താഴെയും 4 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര കോർണറായി? കോർണേഴ്സിൻ്റെ കൗണ്ട് 8 ആണ്. അപ്പോൾ 6 സർഫസ്, 12 എഡ്ജസ്, 8 കോർണേഴ്സ്, ഇത്രയാണ് ഒരു ക്യൂബിനുള്ളത്. ഇനി ഒരു ക്യൂബും ഡൈസും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ആലോചിച്ച് നോക്കി. ഡൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണല്ലേ. സെയിം ക്യൂബ് തന്നെയാണ്, ഇതിൽ ഡിഫറൻസ് ഉള്ളത് ഇതിനകത്ത് കുറേ ഡോട്ട്സ്, നമ്പർ റെപ്രസെൻറ്റേഷൻസ് ഉണ്ടാവും. ക്യൂബിനകത്ത് നമ്പേഴ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുമ്പോഴാണ് നമ്മളതിന് ഡൈസ് എന്ന് പറയുന്നത്. ഡൈസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ ഗെയിംസ് കളിക്കുമ്പോഴും അല്ലാതെയൊക്കെ. സോ ഡൈസിനകത്ത് നമ്മളൊരു ഡൈസ് ഇങ്ങനെ മാർക്ക് കാണിക്കുകയാണെങ്കിൽ അറ്റ് എ ടൈം മാക്സിമം എത്ര സർഫസ് കാണാൻ പറ്റുമോ നോക്കി. മാക്സിമം നമുക്ക് കാണാൻ പറ്റുന്നത് 3 സർഫസുകളാണ് ഒരു ഡൈസ് എടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഡൈസിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡൈസ് പല പ്രാവശ്യം ത്രോ ചെയ്യുമ്പം അതിനകത്തുള്ള ഇതുപോലെ ഏതൊക്കെ നമ്പേഴ്സാണ് വരുന്നതെന്നുള്ള 3 സർഫസിലെ കാര്യങ്ങൾ തന്നിട്ടുണ്ടാവും. ഒരു ഡൈസിൻ്റെ ഒരു മിനിമം അല്ലെങ്കിൽ ഒരു മാക്സിമം 3 പ്രാവശ്യം ത്രോ ചെയ്യുന്നവരെയാണ് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഏതെങ്കിലും ഒരു സർഫസിൻ്റെ ഓപ്പോസിറ്റ് സർഫസിൽ ഏതായിരിക്കും നമ്പർ എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇപ്പോൾ ഈ 6 എന്ന് പറയുന്ന സർഫസിൻ്റെ ഓപ്പോസിറ്റ് ഏതായിരിക്കും നമ്പർ വരുന്നുണ്ടാവുക. അപ്പോൾ ഡൈസിൻ്റെ പല പൊസിഷൻ നോക്കിയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റണം, എങ്ങനെയാണ് ഒരു സർഫസിൻ്റെ ഓപ്പോസിറ്റ് ഏത് നമ്പറാണ് വരുന്നതെന്നുള്ളത്. സോ ഇതിൽ നമുക്ക് ബേസിക് ആയിട്ട് കൺസിഡർ ചെയ്ത് വെക്കാവുന്ന ഒരു ഫാക്ട് എന്ന് പറയുന്നത് എന്തായാലും ഈ അഡ്ജസൻറ്റ് സർഫസ് ഓപ്പോസിറ്റിൽ വരില്ല എന്നുള്ള കാര്യം കൺഫേംഡ് ആണല്ലോ. സോ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് നോക്കാം, എന്നിട്ട് അതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് സെയിം ഡൈസ് ആർ ഷോൺ. കേട്ടോ, ഒരേ ഡൈസ് തന്നെ 2 പൊസിഷൻസ് ആണ് തന്നിരിക്കുന്നത്. 2 പ്രാവശ്യം ത്രോ ചെയ്തപ്പോൾ അതെങ്ങനെയാണോ ഫോളോ ചെയ്തത് ആ ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത്. ഹാവിങ് നമ്പേഴ്സ് 1 to 6, ആ ഡൈസിൽ കൊടുത്തിരിക്കുന്ന നമ്പർ 1 to 6 വരെയാണ്. 6 സർഫസിലും 6 നമ്പേഴ്സ് റെപ്രസെൻറ്റഡ് ആസ് ഡോട്ട്സ് ആയിട്ടാണ് അത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ദെൻ ഫൈൻഡ് ദ നമ്പർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഷോയിങ് 5. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ 5ന് ഓപ്പോസിറ്റ് ഏതാ നമ്പർ വരുന്നതെന്നാണ്. 5ന് ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം ഇതാണ് 5 എന്ന് പറയുന്ന സർഫസ് ഉള്ള ഡൈസ്. ഇവിടെ 1, ഇത് 3, ഇതിൽ 3, 1, 4. അപ്പോൾ ഈ 2 ഡൈസും നോക്കി, ഈ 2 ഡൈസും ത്രോ ചെയ്തപ്പം ഇതിനാണെങ്കിലും കോമൺ ആയിട്ട് നമുക്ക് 1 എന്ന് പറയുന്ന സർഫസും വരുന്നുണ്ട്, 3 എന്ന് പറയുന്ന സർഫസും ഉണ്ട് അല്ലേ. ഇതും ത്രോ ചെയ്തപ്പോൾ ആ സെയിം ഡൈസ് തന്നെ വീണ്ടും ത്രോ ചെയ്തപ്പം 1ഉം വരുന്നുണ്ട്, 3ഉം വരുന്നുണ്ട്. അപ്പം 2 നമ്പേഴ്സ് കോമൺ ആയിട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റും റിമൈനിങ് ഉള്ള ഒരു സർഫസ് ഉണ്ടാവില്ലേ, ഈ 5ഉം ഈ ഒരു 4ഉം ഇവർ പരസ്പരം ഓപ്പോസിറ്റ് ആയിരിക്കും. 5 and 4, അതായത് 2 നമ്പേഴ്സ് കോമൺ ആണല്ലോ. 2 പ്രാവശ്യം ത്രോ ചെയ്തപ്പോഴും ഈ സെയിം നമ്പേഴ്സ് 2 സർഫസിലായിട്ട് വന്നു. ദെൻ ഈ 5ഉം
4 മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നത്. അപ്പോൾ ഉറപ്പായിട്ടും 5ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള സർഫസ് ആയിരിക്കും 4. എന്നാൽ ഈ രണ്ട് നമ്പേഴ്സും വരുമ്പോൾ വീണ്ടും നമ്പർ മാറി വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പം കൺസിഡർ ചെയ്യാനായിട്ട് രണ്ട് നമ്പേഴ്സ് കോമൺ ഉണ്ടെങ്കിൽ ആ റിമൈനിങ് ഉള്ളൊരു നമ്പർ ഉണ്ടാവില്ലേ, അതായിരിക്കും എപ്പോഴും ഓപ്പോസിറ്റ് എന്ന് കൺസിഡർ ചെയ്യാം. സോ നമ്മളെ ക്വസ്റ്റ്യൻ 5ന് ഓപ്പോസിറ്റ് ഏതാണെന്നാണ്. 5ന് ഓപ്പോസിറ്റ് ഇവിടെയുള്ള 4 ആയിരിക്കും. അപ്പോൾ ആൻസർ ആയിട്ട് കിട്ടും 4 വരും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കേ. 3 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് സെയിം ഡൈസ് ആർ ഷോ. നേരത്തെ 2 പൊസിഷൻസ് ആയിരുന്നു, ഇപ്പോൾ 3 പൊസിഷൻസ് വന്നു. അത്ര ചേഞ്ച് ഉള്ളൂ. ഫൈൻഡ് ദ നമ്പർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഷോയിങ് 6. അപ്പോൾ നമുക്ക് വേണ്ടുന്നത് 6ന് ഓപ്പോസിറ്റ് ഏതാന്നാണ്. നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെങ്കും 6 വന്നിട്ടില്ല അല്ലേ. 6 വന്നിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ നോക്കിയാൽ ഫസ്റ്റ് 2 ഡൈസ് എടുത്ത് നോക്കിയേ, സെയിം ഡൈസ് തന്നെ ത്രോ ചെയ്തതാണ്. അപ്പോൾ അതിൽ 2ഉം 1ഉം രണ്ടിലും കോമൺ അല്ലേ. ഇവിടെയും 2 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. ഇവിടെയും 2ഉം 1ഉം വന്നിട്ടുണ്ട്. ഈ രണ്ട് നമ്പേഴ്സും കോമൺ ആണെങ്കിൽ റിമൈനിങ് ഉള്ള ആരൊക്കെയാ? 3യും 4ഉം ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ പറഞ്ഞില്ലേ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ രണ്ട് നമ്പേഴ്സ് കോമൺ ഉണ്ട്, അത് 2ഉം 1ഉം ആണ്. സോ ദാറ്റ് 3 and 4 ആയിരിക്കും ഓപ്പോസിറ്റ് സർഫസിൽ വരുന്നുണ്ടാവുക. ഇനി നമുക്ക് സെക്കൻഡും തേർഡും എടുത്ത് കമ്പയർ ചെയ്ത് നോക്കി എങ്ങനെയൊക്കെയാണ് ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നതെന്നാണ്. സെക്കൻഡും തേർഡും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കോമൺ ആയിട്ടുള്ള നമ്പേഴ്സ് ഉണ്ടോ? ദേ 4ഉം 1ഉം ഇതിലുണ്ട്, തേർഡ് ഫിഗറിലും 4ഉം 1ഉം. അപ്പോൾ സെയിം ഡൈസ് ത്രോ ചെയ്തപ്പോൾ 4ഉം 1ഉം തന്നെ രണ്ട് സർഫസിലും വന്ന്. സോ ദാറ്റ് റിമൈനിങ് ഉള്ള 2 and 5 ആയിരിക്കും ഓപ്പോസിറ്റ് ഉണ്ടാവുക. സോ 2ന് ഓപ്പോസിറ്റ് 5 എന്ന് പറയാൻ പറ്റൂ അല്ലേ. ദെൻ നമുക്ക് വേണ്ടുന്നത് 6ൻ്റെ ഓപ്പോസിറ്റ് ഏതാന്നാണ്. ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതാ? 1ഉം 3ഉം. ഫസ്റ്റും തേർഡും ക്യൂബ്സ് എടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. രണ്ടിലും കോമൺ ഏതാ വരുന്നത്? ഫസ്റ്റിലും തേർഡിലും കോമൺ വന്നിരിക്കുന്ന നമ്പർ ഏതാ? രണ്ടിലും ഉള്ളത് 1 അല്ലേ. റിമൈനിങ് രണ്ട് നമ്പേഴ്സും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഒരൊറ്റ നമ്പറേ കോമൺ ഉള്ളൂ, അത് ആ സെയിം സർഫസിൽ തന്നെയല്ലേ വന്നത്. ഈ രണ്ട് ഡൈസും ത്രോ ചെയ്തപ്പം ഒരേ പാറ്റേണിൽ വീണിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഒരു കൺസിഡർ ചെയ്താൽ ടോപ്പ് ഫേസിൽ 2, റൈറ്റ് സൈഡിൽ 1, ലെഫ്റ്റ് സൈഡിൽ 3, ഈ ഒരു പാറ്റേണിലാണ് വീണേന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി, ടോപ്പിൽ 5, ലെഫ്റ്റ് സൈഡിൽ 4, റൈറ്റ് സൈഡിൽ 1. അപ്പോൾ രണ്ടിൻ്റെയും റൈറ്റ് സൈഡിൽ 1 ആ വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയായിരിക്കും ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റുമോ? റിമൈനിങ് വരുന്ന കറസ്പോണ്ടിങ് നമ്പറുകളില്ലേ, ഇതിൽ രണ്ടിലും 1 കോമൺ ആണ്, അത് ഒരേ സർഫസിലാണെങ്കിൽ ഇവിടുത്തെ ടോപ്പ് ഫേസും തമ്മിൽ ഓപ്പോസിറ്റിലായിരിക്കും. റിമൈനിങ് ഈ ലെഫ്റ്റ് സൈഡും ഇപ്പുറത്തുള്ള ലെഫ്റ്റ് സൈഡും ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും? ഒരു നമ്പറാണ് കോമൺ വരുന്നതെങ്കിൽ റിമൈനിങ് ഉള്ള കറസ്പോണ്ടിങ് സർഫസ് ആയിരിക്കും ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ റൈറ്റ് സൈഡിലാണ് കോമൺ നമ്പർ 1 വന്നിരിക്കുന്നത്. അപ്പോൾ ടോപ്പ് ഫേസും ഓപ്പോസിറ്റ് ആയിരിക്കും. ലെഫ്റ്റ് സൈഡും ഓപ്പോസിറ്റ് ആയിരിക്കും. റിമൈനിങ് ഉള്ളത് 1. അപ്പം നമ്മളിപ്പോൾ ഓപ്പോസിറ്റ്സ് പറഞ്ഞ് ഏതൊക്കെയാണെന്ന് നോക്കി. 2ഉം 5ഉം ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. ദെൻ 3യും 4ഉം ഓപ്പോസിറ്റ് ആണ്. റിമൈനിങ് ഉള്ളത് ഏതാ? 1 അല്ലേ. ഇതിൽ നമ്പർ കൊടുത്തിരിക്കുന്നത് നമ്മൾ 1 to 6 എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം 1 ഓപ്പോസിറ്റ് ഏതായിരിക്കണം? റിമൈനിങ് ഉള്ള 6 ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? നോക്കി, അതായത് നേരത്തെ നമ്മൾ രണ്ട് നമ്പേഴ്സ് കോമൺ വന്നപ്പോൾ ആ ബാക്കിയുള്ള ഒരു നമ്പർ ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് വരിക. ഇവിടെ എങ്ങനെയാണ് വന്നാൽ ഒരു നമ്പറാണ് കോമൺ, 6 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6ൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. 6 ഡയറക്റ്റ്ലി ഇതിനകത്തില്ല, പക്ഷെ ബാക്കിയെല്ലാം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റും തേർഡും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്പറാണ് കോമൺ, അത് സെയിം സർഫസിലാണ് വന്നിരിക്കുന്നത്. സോ റിമൈനിങ് രണ്ട് നമ്പേഴ്സും ഓപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത് ഏതെങ്കിലും രണ്ടെണ്ണം എടുത്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. എല്ലാം കമ്പയർ ചെയ്യണമെന്നൊന്നുമില്ല. പെട്ടെന്ന് ആ ഒരു ക്വസ്റ്റ്യൻ ഏതാണോ അതിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഏതാണെന്ന് നോക്കി ആൻസർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ദെൻ നെക്സ്റ്റ് വൺ, ഇത്രയും പറഞ്ഞു വെച്ചിട്ട് ഇത് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ നോക്കി. 2 ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് സെയിം ഡൈസ്. അഗെയിൻ രണ്ട് പൊസിഷൻസ് വന്നിരിക്കുന്ന നമ്പേഴ്സ് 1 to 6 ആണ്. ഫൈൻഡ് ദ നമ്പർ ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ഫേസ് ഷോയിങ് 1. 1ന് ഓപ്പോസിറ്റാണ് വേണ്ടുന്നത്. കിടക്കുന്നു 1. 1ന് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്താൽ രണ്ടിലും കോമൺ ആയിട്ട് ഏതൊക്കെ വരുന്നുണ്ട്? 5 ഇതിൽ രണ്ടിലും ഉണ്ട്, 3യും ഇതിൽ രണ്ടിലും ഉണ്ട്. അപ്പം രണ്ട് നമ്പേഴ്സ് കോമൺ വന്നില്ലേ. റിമൈനിങ് ഏതാ? 1 and 6 ഓപ്പോസിറ്റാന്ന് പറയാൻ പറ്റും. അത്ര ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന രണ്ട് നമ്പേഴ്സ് കോമൺ വന്നു, ബാക്കിയുള്ള 1 and 6 ഓപ്പോസിറ്റ്. അപ്പോൾ 1ന് ഓപ്പോസിറ്റ് ഏതാ നമ്പർ എന്ന് ചോദിച്ചാൽ 6 എന്ന് പറയാൻ പറ്റും. റെഡി അല്ലേ? ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് വൺ. 2 different positions of same dice are shown having alphabets M to R.
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറായിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നില്ല. ചിലപ്പോൾ അതിനകത്ത് ലെറ്റേഴ്സ് ആയിരിക്കാം, സിമ്പിൾസ് ആയിരിക്കാം, പിക്ചേഴ്സ് ആയിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ഡൈസിൻ്റെ സർഫസിൽ തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലെറ്റേഴ്സ് ആണ്, M to R വരെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് വരാൻ സാധ്യത 6 സർഫസിലും MNOPQR ഈ 6 ലെറ്റേഴ്സാണ് ഈ ഡൈസിനകത്ത് വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഫൈൻഡ് ദ ആൽഫബറ്റ് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഷോയിങ് പിക്ക് ഓപ്പോസിറ്റ് ഏതാണെന്നാ ക്വസ്റ്റ്യൻ. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റും? 2 ലെറ്റേഴ്സ് കോമൺ ഉണ്ട് അല്ലേ? രണ്ടിലും ക്യൂവും വരുന്നുണ്ട്, ആറും വരുന്നുണ്ട്. അത് രണ്ടും കോമൺ ആണെങ്കിൽ റിമൈനിങ് ഏതാ? പിയും എമ്മും ആയിരിക്കില്ലേ ഓപ്പോസിറ്റ് വരിക. സോ പിക്ക് ഓപ്പോസിറ്റ് ഏതാന്ന് ചോദിച്ചാൽ എം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നേരത്തെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പർ എന്നുള്ളത് മാറിയിട്ട് ജസ്റ്റ് ലെറ്റർ ആയി, അത് മാത്രമേ ചേഞ്ച് ഉള്ളൂ. ഡയറക്റ്റ്ലി നോക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാവുന്നേ ഉള്ളൂ. കമ്മിങ് ടു നെക്സ്റ്റ് വൺ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്പർ വരാം, ലെറ്റേഴ്സ് വരാം, സിമ്പിൾസ് വരാം, പിക്ചേഴ്സ് വരാം, ഈവൻ വേർഡ്സ് വരാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? 2 different positions of same dice are shown having names of different body parts. ബോഡി പാർട്സിൻ്റെ നെയിംസ് ആണ് ഓരോ ഡൈസിൻ്റെ സർഫസിലും വന്നിട്ടുള്ളത്. ഇയർ, ഐ, നോസ്, മൗത്ത്, ഹെഡ്, ഹാൻഡ്, ഈ പാർട്സ് ഒക്കെയാണ് ഈ 6 സർഫസിലുള്ളത്. ഫൈൻഡ് ദ ബോഡി പാർട്ട് ഓൺ ദ ഫേസ് ഓപ്പോസിറ്റ് ദ ഫേസ് ഷോയിങ് ഇയർ. ഇയറിന് ഓപ്പോസിറ്റ് ഏതായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇയർ ഒരു ഡൈസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി കമ്പയർ ചെയ്താൽ രണ്ടിലും ഐ വരുന്നുണ്ട് ആൻഡ് രണ്ടിലും നോസും വരുന്നുണ്ട്. ഐയും നോസും പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഏതേ ഉള്ളൂ? ഇയറും ഹാൻഡും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇയറിന് ഓപ്പോസിറ്റ് ഏതാന്നാണ്? ഹാൻഡ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? ദെൻ അപ്പോൾ നമ്മളിപ്പം ലെറ്റേഴ്സ് വരാം, നമ്പേഴ്സ് വരാം, സിമ്പിൾസ് വരാം, വേർഡ്സ് വരാം എന്നൊക്കെ മനസ്സിലായി. ഇത്രയാണ് പ്രീവിയസ് ഇയറിൽ ഡൈസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മിങ് ടു നെക്സ്റ്റ് വൺ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്ലഡ് റിലേഷനാണ്. റിലേഷൻഷിപ്പ്, ബ്ലഡ് റിലേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ വരാം. എങ്ങനെയാ? ബൈ ബർത്തും വരാം, ബൈ മാരേജിലൂടെയും റിലേഷൻസ് വരുന്നുണ്ട് അല്ലേ? നമുക്ക് ഏതൊക്കെ റിലേഷൻസ് ഉണ്ടെന്ന് ആദ്യം നോക്കാം, എന്നാലല്ലേ ഫർദർ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാൻ പറ്റും. റിലേഷൻസ് ഏതൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് ബാക്കി എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയാൻ പറ്റും. ഒരു ഫാമിലി ട്രീയിലേക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് ജനറേഷൻ കൺസിഡർ ചെയ്താൽ ആരൊക്കെയാണ് വരുന്നത്? ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ. നമ്മളെ ഗ്രാൻഡ് പേരൻസിൻ്റെ ജനറേഷനാണ് വരുന്നത്, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും. ദെൻ നമ്മളെ പേരൻസിൻ്റെ ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പേരൻസിന് ഫാദർ, മദർ എന്ന് വിളിക്കുന്നു. ദെൻ പിന്നെ കുറച്ച് പേര് വരുന്ന അങ്കിളും ഓണ്ടും ഒക്കെയാണ്. ആരാണ് അങ്കിൾ, ഓണ്ട് എന്ന് പറയുന്നത്? നമ്മൾ ഫാദറിൻ്റെയും മദറിൻ്റെയും അതേ ജനറേഷനുള്ളവരാണ് അങ്കിളും ഓണ്ടും. അങ്കിൾ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ആരെയാണ് വിളിക്കുന്ന? ഒന്നുകിൽ ഈ ഫാദറിൻ്റെ ബ്രദർ ആയിരിക്കും, അല്ലെങ്കിൽ മദറിൻ്റെ ബ്രദർ ആയിരിക്കും. ഫാദറിൻ്റെ ബ്രദർ ആണെങ്കിലും മദറിൻ്റെ ബ്രദർ ആണെങ്കിലും അങ്കിൾ എന്നാണ് വിളിക്കുന്ന. ഓണ്ടാണെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും, ഫാദറിൻ്റെയും മദറിൻ്റെയും സിസ്റ്റർ എന്നുള്ള റിലേഷനാണ് അല്ലേ? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ആക്ച്വലി നമ്മൾ 2 ടേംസ് യൂസ് ചെയ്യാറുണ്ട്, പറ്റേണൽ, മെറ്റേണൽ. പറ്റേണൽ അങ്കിൾ എന്നാ പറയുന്നതെങ്കിൽ അതാരായിരിക്കും? നമ്മൾ ഫാദറിൻ്റെ ബ്രദറിനെയാണ് പറ്റേണൽ. ഫാദേഴ്സ് സൈഡ് റിലേഷനാണ് പറ്റേണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെറ്റേണൽ എന്ന് പറയുമ്പോഴോ മദേഴ്സ് സൈഡ് റിലേഷൻ. അപ്പോൾ ഇവിടെ പറ്റേണൽ ഗ്രാൻഡ് അങ്കിൾ എന്നാ പറയുന്നതെങ്കിൽ അത് ഫാദറിൻ്റെ ബ്രദർ ആയിരിക്കും. മെറ്റേണൽ അങ്കിൾ എന്നാ പറയുന്നതെങ്കിൽ മദറിൻ്റെ ബ്രദർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് സൈഡിൽ നിന്നുള്ള റിലേഷനാണെന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ആ പ്രശ്നമുണ്ട്. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ പേരൻറ്റിൻ്റെ ഫാദറും മദറുമാണ് അല്ലേ? ഫാദറിൻ്റെ ഫാദറും ഗ്രാൻഡ് ഫാദറാണ്, മദറിൻ്റെ ഫാദറും ഗ്രാൻഡ് ഫാദറാണ്. അപ്പോൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നാ പറയുന്നതെങ്കിൽ ഫാദറിൻ്റെ ഫാദറും, മെറ്റേണൽ ഗ്രാൻഡ് ഫാദറാണ് പറയുന്നതെങ്കിൽ മദറിൻ്റെ ഫാദറും ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പറ്റേണൽ മെറ്റേണൽ ടേംസ് വെച്ചിട്ടാണ് ഏത് സൈഡിൽ നിന്നുള്ള റിലേഷനാണ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ദെൻ അങ്കിൾ ഉണ്ട്. ആ ജനറേഷനിൽ നമുക്ക് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട റിലേഷൻസ്, നമ്മളെ പേരൻസിൻ്റെ ജനറേഷനിൽ ഫാദറും മദറും കൂടാണ്ട് അങ്കിളും ഉണ്ടുമാണ് വരുന്നത്. ദെൻ കമ്മിങ് ടു അവർ ജനറേഷൻ, നമ്മൾ എന്തായാലും ഉണ്ടാവും ഡെഫിനറ്റ്. ദെൻ പിന്നെ ആരൊക്കെയാണ് വരുന്നത്? നമ്മുടെ സിബ്ലിങ്സ്, ബ്രദർ സിസ്റ്റർ ഒക്കെ ഉണ്ടാവില്ലേ? ബ്രദർ സിസ്റ്ററിന് കോമൺലി പറയുന്നത് സിബ്ലിങ്സ്. സിബ്ലിങ്സ് എന്ന് പറയുമ്പോൾ ജെൻഡർ സ്പെസിഫൈഡ് അല്ല, ക്യാൻ ബി ബ്രദർ ഓർ സിസ്റ്റർ. അപ്പോൾ ബ്രദേഴ്സും സിസ്റ്റേഴ്സും വരും. പിന്നെ വരുന്നതാണ് കസിൻ. കസിൻ എന്ന് പറഞ്ഞാൽ ആരാ? ഇവരുടെയൊക്കെ ചിൽഡ്രൻ ഉണ്ടാവില്ലേ? അങ്കിളുടെയും ഓണ്ടിൻ്റെയൊക്കെ ചിൽഡ്രൻ നെക്സ്റ്റ് ജനറേഷനിൽ വരുമ്പോഴാണ് നമ്മൾ
കസിൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ജനറേഷനിൽ നമ്മളെ കൂടാതെ നമ്മുടെ സിബ്ലിങ്സും കസിൻസും ആണ് മെയിനായിട്ട് വരുന്നത്. ഇതെല്ലാം കറക്റ്റ് ബ്ലഡ് റിലേഷൻസ് ആണേ. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ജനറേഷൻ, നമ്മുടെ തൊട്ടടുത്ത ജനറേഷൻ. അത് കൺസിഡർ ചെയ്താൽ ആരൊക്കെ വരും? സൺ, ഡോട്ടർ, നെഫ്യൂ, നീസ്. സൺ, ഡോട്ടർ ഡെഫിനറ്റ്ലി നമ്മുടെ ചിൽഡ്രൻ ഉണ്ടാവും. പിന്നെ ആരാ? നെഫ്യൂ, നീസ്. ഇതിലാരാ മെയിൽ ഫീമെയിൽ വരുന്ന? നെഫ്യൂ എന്ന് പറഞ്ഞാൽ മെയിൽ, നീസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ. ഇനി ആരാ നെഫ്യൂ, നീസ് എന്ന് വിളിക്കാം? നമുക്ക് നമ്മളെ മുമ്പുള്ള ജനറേഷനിലുള്ളത് നമ്മളെ ബ്രദറും സിസ്റ്ററും കസിൻസും ഒക്കെ അല്ലേ. ഇവരുടെ ചിൽഡ്രൻ അടുത്ത ജനറേഷനിൽ വരുമ്പോഴാണ് നമ്മൾ നെഫ്യൂ, നീസ് എന്നുള്ള ടേംസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സിബ്ലിങ്സിൻ്റെ സൺ, ഡോട്ടർ ഇവരാണ് നെഫ്യൂവും നീസും വരുന്നത്. നമ്മുടെ ചിൽഡ്രനും പിന്നെ നമ്മുടെ സിബ്ലിങ്സിൻ്റെ ചിൽഡ്രനും ആയിരിക്കില്ല നെക്സ്റ്റ് ജനറേഷനിൽ വരുന്ന. അപ്പോൾ നമ്മുടെ ചിൽഡ്രൻ സൺ, ഡോട്ടറും ദെൻ സിബ്ലിങ്സിൻ്റെ ചിൽഡ്രൻ ആണെങ്കിൽ നെഫ്യൂ, നീസും. നമ്മുടെ ബ്രദറിൻ്റെയോ സിസ്റ്ററിൻ്റെയോ സണ്ണിനെ നെഫ്യൂ എന്ന് വിളിക്കും. അതല്ല ബ്രദറിൻ്റെ ആണെങ്കിലും സിസ്റ്ററിൻ്റെ ആണെങ്കിലും ഡോട്ടർ ഫീമെയിൽ റിലേഷൻ ആണെങ്കിൽ നീസ് എന്ന് വിളിക്കും. അതാണ് നെഫ്യൂ, നീസ് വരുന്നത്. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ജനറേഷൻ, ഗ്രാൻഡ് സൺ, ഗ്രാൻഡ് ഡോട്ടർ, നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ വരുന്നു. അങ്ങനെ പോകുന്നു. അതിൻ്റെയും അടുത്ത ജനറേഷൻ ആണെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ, അങ്ങനെ കൺസിഡർ ചെയ്ത് പോകുന്നുണ്ടാവും. ദെൻ ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞത് ബ്ലഡിലൂടെ കണക്ട് ചെയ്ത് വരുന്ന റിലേഷൻസ് ആണ്, ബ്ലഡ് റിലേഷൻസ് എന്ന് പറയാൻ പറ്റുന്ന. ആഫ്റ്റർ മാരേജ് നമ്മളിലേക്ക് വന്നു ചേരുന്ന റിലേഷൻസ് ഇല്ലേ, അതേതൊക്കെയാ? ആഫ്റ്റർ മാരേജ് ഡെഫിനറ്റ്ലി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരും അല്ലേ. ഹസ്ബൻഡും വൈഫിനും നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് സ്പൗസ്. ഹസ്ബൻഡ് ആയാലും വൈഫ് ആണെങ്കിലും സ്പൗസ് എന്ന് പറയാം. അപ്പോൾ ഇവരുടെ ഫാദറിനെ മദറിനെ വിളിക്കുന്ന പേര് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ, സ്പൗസിൻ്റെ ഫാദറും മദറും. നമ്മുടെ ഫാദർ ആണെങ്കിൽ സ്പൗസിൻ്റെ ഫാദർ ആകുമ്പം ഫാദർ ഇൻ ലോ വരും, മദർ ആണെങ്കിൽ മദർ ഇൻ ലോ എന്ന് വരും അല്ലേ. സ്പൗസിൻ്റെ ഫാദറും മദറും, ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും. ഇനി നമ്മുടെ ജനറേഷനിൽ മാരേജിലൂടെ വരുന്ന റിലേഷൻസ് ഏതൊക്കെയാ? നമ്മുടെ സെയിം ജനറേഷൻ കൺസിഡർ ചെയ്താൽ ബ്രദറും സിസ്റ്ററും അല്ലേ നമ്മുടെ ജനറേഷനിൽ പിന്നെ ഉള്ളത്. മാരേജിലൂടെ വരുന്നത് ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ. ഈ രണ്ട് റിലേഷൻസും ആരെയൊക്കെയാണ് നമ്മൾ വിളിക്കുന്നത്? ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ. ഇൻലോസ് ആണ്, ആഫ്റ്റർ മാരേജ് വരുന്ന റിലേഷൻസ് ആണ് അല്ലേ. ഈ ബ്രദർ ഇൻ ലോ എന്ന് പറയുമ്പം ഒന്നുകിൽ നമ്മൾ മാരി ചെയ്ത ആൾ, ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും വൈഫിൻ്റെ ആണെങ്കിലും ബ്രദർ, മാരി ചെയ്ത ആളുടെ ബ്രദർ, അതർവൈസ് സ്പൗസിൻ്റെ ബ്രദർ. നമ്മുടെ ബ്രദർ തന്നെയാണ്. മാരി ചെയ്ത ആളുടെ ബ്രദർ ആണെങ്കിൽ നമ്മൾ ബ്രദർ ഇൻ ലോ എന്ന് വിളിക്കും. പക്ഷേ ഒരാളെ കൂടെ ബ്രദർ ഇൻ ലോ എന്ന് വിളിക്കില്ലേ. നമ്മൾ മാരി ചെയ്യും, നമ്മുടെ സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്ററിൻ്റെ മാരേജ് കഴിഞ്ഞാൽ സിസ്റ്റേഴ്സ് ഹസ്ബൻഡ് എന്ന് പറയുമ്പോഴും ബ്രദർ ഇൻ ലോ ആണ്. അപ്പോൾ ബ്രദർ ഇൻ ലോ എന്ന് രണ്ട് അപ്രോച്ചിൽ പറയാൻ പറ്റും. ഒന്നുകിൽ നമ്മൾ മാരി ചെയ്ത ആളുടെ ബ്രദർ ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് ആയിരിക്കും. അപ്പം മാരി ചെയ്ത ആളുടെ സ്പൗസിൻ്റെ ബ്രദറിനെയും സിസ്റ്ററിൻ്റെ ഹസ്ബൻഡിനെയും ബ്രദർ ഇൻ ലോ എന്ന് വിളിക്കാം. അപ്പോൾ സിസ്റ്റർ ഇൻ ലോ എന്ന് ആരെയൊക്കെ വിളിക്കും? നമ്മൾ മാരി ചെയ്ത ആളുടെ സിസ്റ്ററും പിന്നെ ആരാ നമ്മളെ ബ്രദറിൻ്റെ വൈഫ് എന്നുള്ള റിലേഷനും സിസ്റ്റർ ഇൻ ലോ ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ വരുന്നത്. ഇത്രയും റിലേഷൻസ് ആണ് ആക്ച്വലി മാരേജിലൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കേണ്ട. പിന്നെ നെക്സ്റ്റ് ജനറേഷനും കൂടെ ഒന്ന് ഓർക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിൽ മാരേജിലൂടെ ഏത് റിലേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക? നെക്സ്റ്റ് ജനറേഷൻ ആകുമ്പോൾ നമ്മുടെ സണ്ണും ഡോട്ടറും ഒക്കെ മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺ മാരി ചെയ്ത ആളിനെ നമ്മൾ ഡോട്ടർ ഇൻ ലോ എന്ന് വിളിക്കും. ദെൻ ഡോട്ടർ മാരി ചെയ്ത ആൾ, ഡോട്ടറിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ നമ്മൾ സൺ ഇൻ ലോ എന്ന് വിളിക്കും. ഇത്രയാണ് ആഫ്റ്റർ മാരേജ് വരുന്ന റിലേഷൻസ്. ഇതൊക്കെ ഏകദേശം അറിയാവുന്നതല്ലേ ഉള്ളൂ. ഫാദർ, മദർ, അങ്കിൾ, ഓണ്ടൊക്കെ അറിയാം. ഇതിൽ കസിൻസ്, നെഫ്യൂ, നീസ് ഒന്നും മാറിപ്പോണ്ടിരിക്കുക. പിന്നെ സ്പെഷ്യലി ബ്രദർ ഇൻ ലോ, സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുമ്പോൾ രണ്ട് അപ്രോച്ചസ് ഉണ്ട്. ഇത്രയാണ് ഓവറോൾ നമ്മൾ ഫാമിലി ട്രീ വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബ്ലഡ് റിലേഷൻ്റെ ബേസ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു സെൻറ്റൻസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. കൊറിയ റിലേഷൻസ് ഒരു പാരഗ്രാഫായിട്ട് തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് രണ്ടുപേര് തമ്മിൽ എങ്ങനെയാണ് റിലേഷൻ എന്ന് ചോദിക്കാം. സെക്കൻഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമുക്ക് ജിഡിക്ക് ചോദിച്ചു വരുന്നത് കോഡഡ് ഫോമിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത്. സോ കമ്മിങ് ടു ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും ആ ഒരു അപ്രോച്ച്, എങ്ങനെയായിരിക്കണം ആ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്നത്? അത് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫാമിലി ട്രീ വരയ്ക്കുമായിരിക്കും. ഇതിൽ കുറേ പ്ലസ് മൈനസ് സൈൻസ് ആണെന്നില്ലേ. ഇതിൽ കൂടുതലും പ്ലസ് സൈൻസ് മെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാനും നെഗറ്റീവ് സൈൻ ഫീമെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ടും അങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നുള്ള ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ നൊട്ടേഷൻസ് കൊടുക്കാം. സോ പ്ലസ് എന്ന് പറയുന്ന മെയിലിനെയും മൈനസ് എന്ന് പറയുന്ന ഫീമെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എക്ക് പ്ലസ് സൈൻ കൊടുത്തിരിക്കുന്നതിൻ്റെ മീനിങ് എ എന്ന് പറയുന്ന ആൾ മെയിലാണെന്ന് മനസ്സിലാവാനാണ്. സിയുടെ അവിടെ മൈനസ് അടക്കുന്നത് എന്ന് വെച്ചാൽ സി ഫീമെയിലാണെന്ന് മനസ്സിലാവും. ദെൻ നമ്മൾ ആ സ്പൗസ് ഹസ്ബൻഡ് വൈഫ് റിലേഷൻസ് ഇല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഡബിൾ സൈഡ് ആരോ കൊടുത്തിരിക്കുന്നത്.
ഒരു രണ്ടുപേരെ ഡബിൾ സൈഡ് ആരോ വെച്ച് കണക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന്. ദെൻ സിബ്ലിങ്സ് റിലേഷൻ ആണ് ഈ ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തിരിക്കുന്നത്. സിബ്ലിങ്സ് ആണെന്ന് മനസ്സിലാവും, ബ്രദർ സിസ്റ്റർ അങ്ങനെ സെയിം ജനറേഷൻ ഉള്ളവർ കണക്ട് ചെയ്ത് പോകാനാണ്, ബ്രദർ സിസ്റ്റർ അങ്ങനത്തെ റിലേഷൻസ് കണക്ട് ചെയ്ത് പോകാനാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു വെർട്ടിക്കൽ അല്ലെങ്കിൽ ഇൻക്ലൈൻ ലൈൻസ് പോകുന്നത് ചിൽഡ്രൻ നെക്സ്റ്റ് ജനറേഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെർട്ടിക്കൽ ഓർ ഇൻക്ലൈൻ ലൈൻസ് നമ്മൾ റെപ്രസെൻറ്റേഷൻസ് വരുന്നത്. താഴോട്ടുള്ള ജനറേഷൻ ആകുമ്പോൾ ആരോ ആണെങ്കിൽ താഴോട്ട് കൊടുക്കാം, മുകളിലേക്കുള്ള ജനറേഷൻ ആണെങ്കിൽ മുകളിലേക്ക്, അങ്ങനെ കൺസിഡർ ചെയ്യാം. ഇവിടെയൊക്കെ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഒരു സെൻറ്റൻസ് കാണുകയാണ്, എ ഇസ് ദ ഹസ്ബൻഡ് ഓഫ് ബി. അപ്പോൾ നമുക്ക് ഇവർ കപ്പിൾസ് ആണെന്ന് മനസ്സിലായി. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരെ ഡബിൾ സൈഡ് ആരോ വെച്ച് കണക്ട് ചെയ്യുന്നു. അപ്പം എ ഇസ് ദ ഹസ്ബൻഡ് ഓഫ് ബി, ഇവർ കപ്പിൾസ് ആണ്, ഡബിൾ സൈഡ് ആരോ വെച്ച് കണക്ട് ചെയ്തു. എ ഹസ്ബൻഡ് ആകുമ്പോൾ മെയിൽ പേഴ്സൺ ആണ്. സോ ഈ എക്ക് നമ്മൾ മെയിൽ നൊട്ടേഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബി എന്ന് പറയുന്ന ആൾ നമുക്ക് ഒരാളെ ഹസ്ബൻഡ് ആണെങ്കിൽ മറ്റേ ആളെ വൈഫായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ എ ഹസ്ബൻഡ് ആണെങ്കിൽ ബി വൈഫായിട്ട് എടുക്കാം. ഇവിടെ ഒരാളുടെ ജെൻഡർ കിട്ടിയാൽ നമുക്ക് മറ്റേ ആളുടെ ജെൻഡർ പറയാൻ പറ്റും. നെക്സ്റ്റ് ഒരു സിബ്ലിംഗ് റിലേഷൻ പറയുകയാണെന്ന് വെച്ചോ, ഈ ഈസ് ദ ബ്രദർ ഓഫ് ബി എന്ന് പറയാം. ഈ ഒരു സിംഗിൾ സെൻറ്റൻസ് എടുത്താൽ ഈ ഈസ് ദ ബ്രദർ ഓഫ് ബി. അപ്പോൾ ഇയും ബിയും സിബ്ലിങ്സ് ആണെന്ന് മനസ്സിലായി. നമ്മൾ രണ്ടുപേരെയും ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് കണക്ട് ചെയ്തു. ഈ ഈസ് ദ ബ്രദർ ഓഫ് ബി. അപ്പോൾ ഈ ആണ് ബ്രദർ, മെയിൽ പേഴ്സൺ. സോ ഈക്ക് നമ്മൾ പ്ലസ് സൈൻ കൊടുത്തു. എങ്കിൽ ബി ഓട്ടോമാറ്റിക്കലി നമുക്ക് മെയിൽ ആയിരിക്കും, ഫീമെയിൽ ആയിരിക്കും, അല്ലെങ്കിൽ ബ്രദർ ആയിട്ട് മറ്റേ ആൾ സിസ്റ്റർ ആയിരിക്കും, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഈസ് ദ ബ്രദർ ഓഫ് ബി എന്ന് പറയുമ്പോൾ ഈ ബ്രദറാണ് മെയിൽ പേഴ്സൺ, അത്രയും ഓക്കെയാണ്. ബി ആരാന്ന് ചോദിച്ചാൽ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ബി ക്യാൻ ബി മെയിൽ ഓർ ഫീമെയിൽ, ഇതിൽ ഏത് വേണമെങ്കിലും വരാം. ഏതാന്ന് നമുക്ക് കറക്റ്റ് കൺഫേം ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പം സി ഈസ് ദ ഡോട്ടർ ഓഫ് എ എന്ന് പറയാം. സി ഈസ് ദ ഡോട്ടർ ഓഫ് എ എന്ന് പറയുമ്പം സി എയുടെ ഡോട്ടറാണ്. എയുടെ ഡോട്ടർ എന്ന് പറയുമ്പോൾ എയുടെ അടുത്ത ജനറേഷനിലാണ് വരുന്നത്. എയുടെ അടുത്ത ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ കാണിക്കാൻ വേണമെങ്കിൽ താഴോട്ടൊരു ആരോ കൊടുക്കാം. എയുടെ അടുത്ത ജനറേഷനിലാണ് സി വരുന്നത്. സി ഈസ് ദ ഡോട്ടർ. അപ്പോൾ സി ആണ് ഫീമെയിൽ പേഴ്സൺ, ഡോട്ടർ. സിക്ക് നമ്മൾ നെഗറ്റീവ് സൈൻ കൊടുത്തു. ഏതാണോ നിങ്ങൾ ഫീമെയിൽ റെപ്രസെൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക. അപ്പോൾ സി ഈസ് ദ ഡോട്ടർ, ഓക്കെ ആണ്. എ ആരാന്ന് ചോദിച്ചാലോ പേരുണ്ടാവുന്നേ പറയാൻ പറ്റൂ. എക്സാക്ട്ലി മദറാണോ ഫാദറാണോ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിലിത് മനസ്സിലാവുന്നത് കപ്പിൾ റിലേഷനിൽ മാത്രമേ ഉള്ളൂ ഒരാളുടെ ജെൻഡർ കിട്ടിയാൽ മറ്റേ ഏതാന്ന് പറയാൻ പറ്റൂ. ബാക്കി ഏത് കേസ് എടുത്താലും ഒരാളുടെ ജെൻഡർ കിട്ടിയാൽ മറ്റേ ബൈ ഡിഫോൾട്ട് ഏതായിരിക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അയാളെ മാത്രമേ ഏതാ റിലേഷൻ അല്ലെങ്കിൽ ഏതാ ജെൻഡർ എന്ന് പറയാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നോക്കാം. ഇങ്ങനെയായിരിക്കും ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ. നമ്മൾ പറഞ്ഞ പാരഗ്രാഫ് ബേസ്ഡ് അല്ലെങ്കിൽ സെൻറ്റൻസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ ഇതായിരിക്കും അതിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇൻ എ ഫാമിലി ദർ ആർ 7 members. ടോട്ടൽ 7 members ഉള്ളൊരു ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്ത് വരുമ്പോൾ 7 പേരുടെ ഒരു ഫാമിലി ട്രീ ആയിരിക്കും കിട്ടുക. എക്സ് ആൻഡ് വൈ ആർ എ മാരീഡ് കപ്പിൾ. എക്സ് ഈസ് ദ ഫാദർ ഓഫ് എൽ, എം ഈസ് ദ വൈഫ് ഓഫ് എൽ, സി ഈസ് ദ ബ്രദർ ഓഫ് എൽ, സി ഹാസ് 1 son O, പി ഈസ് ദ സിസ്റ്റർ ഓഫ് O, ദെൻ ഹൗ ഈസ് സി റിലേറ്റഡ് ടു പി. നമുക്ക് ആദ്യം ഒരു ഫാമിലി ട്രീ വരച്ച് നോക്കാം. ഇത് ഇത്രയും കൂടെ വായിച്ചു കഴിഞ്ഞാൽ എന്താ റിലേഷൻ എന്ന് പെട്ടെന്ന് നോക്കി പറയാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. ആദ്യം പറയുന്നത് എക്സ് ആൻഡ് വൈ ആർ മാരീഡ് കപ്പിൾ. അപ്പോൾ നമ്മൾ കപ്പിളിൻ്റെ നൊട്ടേഷൻ ഉണ്ടല്ലോ, ഡബിൾ സൈഡ് ആരോ വെച്ചിട്ട് എക്സിനെയും വൈയെയും കണക്ട് ചെയ്തു. എക്സ് ആൻഡ് വൈ ആർ മാരീഡ് കപ്പിൾ. കപ്പിൾ എന്ന് പറയുമ്പോൾ ആരാ മെയിൽ ഫീമെയിൽ എന്നറിയില്ല, കപ്പിൾസ് ആണ്. എക്സ് ഈസ് ദ ഫാദർ ഓഫ് എൽ. അപ്പോൾ എക്സിൻ്റെ ജെൻഡർ മനസ്സിലാവുന്നില്ല. എക്സ് ഫാദർ ആണ്. ഫാദർ ആണെങ്കിൽ എക്സ് എന്തായാലും മെയിൽ പേഴ്സൺ ആയിരിക്കും. എക്സ് ഫാദർ ആണ്, മെയിൽ പേഴ്സൺ. ആരുടെ ഫാദറാ? എല്ലിൻ്റെ ഫാദർ. എക്സ് ഫാദർ ആണെങ്കിൽ എല്ല് താഴത്തെ ജനറേഷൻ, അടുത്ത ജനറേഷനിലാണ് വരുന്ന. എക്സ് എല്ലിൻ്റെ ഫാദർ ആണ്. അപ്പം എക്സിൻ്റെയും വൈയുടെയും ചൈൽഡാണ് എൽ, അല്ലെങ്കിൽ എക്സ് ഈസ് ദ ഫാദർ ഓഫ് എൽ. ആരോ മുകളിലേക്ക് കൊടുത്താലും മതി. ദെൻ എം ഈസ് ദ വൈഫ് ഓഫ് എൽ. എല്ലിൻ്റെ വൈഫാണ് എം. എൽ ഈസ് ദ വൈഫ് ഓഫ് എം ഈസ് ദ വൈഫ് ഓഫ് എൽ. എല്ലിൻ്റെ വൈഫാണ് എം. അപ്പോൾ എല്ലും എമ്മും കപ്പിൾസ് ആണെന്ന് മനസ്സിലായി. ഇനി ആരാ വൈഫ്? എം ഈസ് ദ വൈഫ് അല്ലേ. അപ്പോൾ എം ആണ് അവിടുത്തെ ഫീമെയിൽ പേഴ്സൺ, വൈഫ്. എമ്മിന് ഫീമെയിൽ നൊട്ടേഷൻ കൊടുത്തു. ഇവിടെ ഓട്ടോമാറ്റിക്കലി എൽ എന്ന് പറയുന്ന ആൾ മെയിലാന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെയും പറയാമായിരുന്നു അല്ലേ, എക്സ് മെയിൽ ആയതുകൊണ്ട് വൈ ഫീമെയിലാന്ന് പറയാൻ പറ്റും, കാരണം കപ്പിൾസ് ആണല്ലോ. അതുപോലെ എം വൈഫ് ആകുമ്പോൾ എൽ എന്തായാലും ഹസ്ബൻഡ് ആയിരിക്കണം, അതും റിലേറ്റ് ആയി. അടുത്ത പോയിന്റ് സി ഈസ് ദ ബ്രദർ ഓഫ് എൽ. എല്ലിൻ്റെ ബ്രദറാണ് സി.
ബ്രദർ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അല്ലേ? എൽ ഈസ് ദ ബ്രദർ ഓഫ് സി. എൽ ആണ് ബ്രദർ, മെയിൽ പേഴ്സൺ. അപ്പോൾ സിയുടെ ജെൻഡർ നമുക്ക് അറിയില്ല. ഇനി എൽ ബ്രദർ ആവണമെങ്കിൽ എല്ലിൻ്റെ ഫാദർ എക്സും വൈയും, ഫാദറും മദറും എക്സും വൈയും ആണെങ്കിൽ സിയുടെയും ഫാദറും മദറും എക്സും വൈയും ആയിരിക്കും അല്ലേ? ഇവരുടെ ചിൽഡ്രൻ ആണപ്പം എൽ ആൻഡ് സി. ഇവർ രണ്ടും സിബ്ലിങ്സ് ആണ്, ഇവരുടെ പേരൻസ് ആണ് എക്സും വൈയും. ദെൻ അടുത്ത പോയിന്റ് എന്താ? നമ്മളിപ്പോൾ സി ഈസ് ദ ബ്രദർ ഓഫ് എൽ കൊടുത്തു. സി ഹാസ് വൺ സൺ ഒ. സിക്ക് ഒരു സൺ ഉണ്ട് ഒ. അപ്പോൾ സിയുടെ അടുത്ത ജനറേഷനിലാണ് ഈ ഒ വരുന്നത്. സൺ ആണ്. സോ ഒ എന്ന് പറയുന്ന ആള് മെയിൽ പേഴ്സൺ. സി ഹാസ് വൺ സൺ. സിക്ക് ഒരു സൺ ഒ ആ ഉള്ളത്. അപ്പോൾ ഒയ്ക്ക് നമ്മൾ മെയിൽ നൊട്ടേഷൻ കൊടുത്തു. സൺ ആയതുകൊണ്ട് അടുത്ത ജനറേഷനിൽ മാർക്ക് ചെയ്തു. അടുത്ത പോയിന്റ് പി ഈസ് ദ സിസ്റ്റർ ഓഫ് ഒ. ഒ വീണ്ടും ഒയുടെ സിസ്റ്റർ പി. ഒയുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ സിയുടെ ചൈൽഡ് തന്നെയല്ലേ പി വരുന്നത്. പി ഈസ് ദ സിസ്റ്റർ. അപ്പോൾ പി ഫീമെയിൽ ആണ്, ഒയുടെ ചൈൽഡാണ്. അത്രയും ക്ലിയർ ആവുന്നുണ്ടല്ലോ. എക്സും വൈയും കപ്പിൾസ്, അവരുടെ ചിൽഡ്രൻ എൽ ആൻഡ് സി. എൽ മാരി ചെയ്ത ആൾ എം, സി ചിൽഡ്രൻ ആണ് പിയും ഒയും. ഇത് നമ്മളെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഹൗ ഈസ്, ഈ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ഈസ് സി റിലേറ്റഡ് ടു പി. ഹൗ ഈസ് സി റിലേറ്റഡ് ടു പി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ഈസ് സി റിലേറ്റഡ് ടു പി എന്നാണ് ചോദിക്കുന്നതെങ്കിൽ സി ആരാന്നാ ക്വസ്റ്റ്യൻ മാർക്ക്. ഹൗ ഈസ് സി റിലേറ്റഡ് മീൻസ് സി ആരാ, റിലേറ്റഡ് ടു പി. പിക്ക് ആരായിട്ട് വരും? പിയുടെ ആരാ സി എന്നാ ക്വസ്റ്റ്യൻ. പിയുടെ ആരാ സി നോക്കി. പിയുടെ ആരാ സി എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ സി ഈസ് ദ ബ്രദർ ഓഫ് എൽ എന്ന് പറയുന്നില്ലേ? ഇവിടെ നോക്കുമ്പോൾ സിയുടെ ജെൻഡർ ഇല്ല എന്നല്ല, സി ഈസ് ദ ബ്രദർ ഓഫ് എൽ എന്ന് വന്നിട്ടില്ലേ? സി ഈസ് ദ ബ്രദർ എന്ന് പറഞ്ഞാൽ സി മെയിൽ പേഴ്സൺ ആണ്. അപ്പോൾ അതവിടെ ജെൻഡർ കിട്ടുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ സി ആരാന്നാണ്, പിയുടെ ആരാന്ന്. പിയുടെ പേരന്റ് പൊസിഷനിലല്ലേ സി ഇരിക്കുന്ന. പേരന്റ് പൊസിഷനാണ്. സി എന്ന് പറയുന്ന ആള് മെയിൽ പേഴ്സൺ ആണ്. മെയിൽ പേഴ്സൺ ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഫാദർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ സി ഈസ് ദ ഫാദർ ഓഫ് പി. ഫാദർ എന്ന് പറയുന്ന ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ കണക്ട് ചെയ്ത് നോക്കി, ആ ഫാമിലി ട്രീ വരച്ചിട്ട് അത് നോക്കിയിട്ട് റിലേഷൻസ് കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിന് മുന്നേ ഉള്ള ജനറേഷൻ അല്ലേ, സ്വന്തം പേരൻറ്റിൻ്റെ പൊസിഷനിലാണ് വന്നിരിക്കുന്ന മെയിൽ പേഴ്സൺ ആയതുകൊണ്ട് നമ്മൾ റിലേഷൻ ഫാദർ എന്ന് എടുത്തു. ക്ലിയർ ആവുന്നുണ്ടോ നോക്കി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ അത് ഫാമിലിയിൽ 7 പേരെന്ന് പറഞ്ഞു. കൗണ്ട് കറക്റ്റ് അല്ലേ? 1 2 3 4 5 6 7 7 പേരുള്ളൊരു ഫാമിലി ആയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ചെയ്യാൻ പറ്റുമോ നോക്കി, ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വൺ. ദർ ആർ 6 മെമ്പേഴ്സ് ഇൻ എ ഫാമിലി. ഇതിൽ 6 പേരാണ്. എല്ലാവരുടെയും പേര് പറയുന്നുണ്ട്, എ ബി സി ഡി ഇ അപ് ടു എഫ് വരെ. ഡി ഹാസ് 3 സൺസ് എ ബി ആൻഡ് സി. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഫാമിലി ട്രീ വരയ്ക്കുന്ന? ഡി ഹാസ് 3 സൺസ് എ ബി സി. ഡിയെ കൺസിഡർ ചെയ്താൽ ഡിക്ക് 3 സണ്ണാണ്. 3 ചിൽഡ്രൻ ഉണ്ട്, അതും സണ്ണാണെന്ന് പറയുന്നുണ്ട്. എ ബി ആൻഡ് സി. അപ്പോൾ 3 പേരും മെയിൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് വെക്കുക. 3 സൺസ് ആണ്. ദെൻ ഡി ഈസ് നോട്ട് ദ ഫാദർ ഓഫ് ദി ചിൽഡ്രൻ. ഇതല്ലേ ഡി? ഈ ചിൽഡ്രൻ്റെ ഫാദർ ഡി അല്ല, ഫാദർ അല്ല, പക്ഷെ നമുക്ക് ഉറപ്പായിട്ടും പേരുണ്ടാന്ന് അറിയാമല്ലോ. അപ്പം നോട്ട് ദ ഫാദർ എന്ന് പറയുന്നതിൽ നമുക്ക് എന്ത് മനസ്സിലായി? അത് മദർ ആയിരിക്കും. ഡി ഈസ് ദ മദർ. ഫാദർ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ മദർ ആയിരിക്കും. ബി ഹാസ് 1 സൺ ഇ. അടുത്ത പോയിന്റിൽ ബി ഹാസ് 1 സൺ. അപ്പോൾ ബിയുടെ അടുത്ത ജനറേഷനിലാണ് വരുന്ന ചൈൽഡായിട്ട് ഈ വരും. അത് എസ്പെഷ്യലി സൺ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇ എന്ന് പറയുന്ന ആള് മെയിൽ പേഴ്സൺ. ബി ഹാസ് 1 സൺ ഇ എന്ന് കൊടുത്തു. വൺ മോർ പോയിന്റ് ഈസ് ദെയർ. സി ഹാസ് 1 ഡോട്ടർ. സിയുടെ ചൈൽഡായിട്ട് ഒരു ഇൻഫർമേഷനോട് തന്നിട്ടുണ്ട്. സി ഹാസ് 1 ഡോട്ടർ എഫ്. അപ്പോൾ സിയുടെ അടുത്ത ജനറേഷനിൽ വരുന്ന ആളാണ് സിയുടെ ഡോട്ടർ. ആളുടെ പേര് എഫ്. ഡോട്ടർ ആയതുകൊണ്ട് അത് ഫീമെയിൽ നൊട്ടേഷൻ കൊടുക്കാം. ഇനി ക്വസ്റ്റ്യൻ വരുന്ന ഹൗ ഈസ് ബി റിലേറ്റഡ് ടു എഫ്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ബി റിലേറ്റഡ് ടു എഫ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ബി ആരാന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ബിക്കാണ് ക്വസ്റ്റ്യൻ മാർക്ക്. ബി ആരാണ്? ആരുടെയാ? എഫിൻ്റെ ആരാ? എഫിൻ്റെ ആരാന്ന് ആലോചിച്ചാൽ നമുക്കിത് ഈ എ ബി സി ഇവർ 3 പേരും സിബ്ലിങ്സ് ആണെന്ന് അറിയാം അല്ലേ? എഫിൻ്റെ ഫാദർ ആണ് സി. എഫിൻ്റെ ആരാ? ബി എന്നാണ് ക്വസ്റ്റ്യൻ. എഫിൻ്റെ ഫാദർ ആണ് സി. ഫാദറിൻ്റെ ബ്രദർ ആണ് ബി. ഫാദേഴ്സ് ബ്രദർ. ഫാദേഴ്സ് ബ്രദറിന് ഡയറക്റ്റ്ലി ഓപ്ഷനിൽ കിടപ്പുണ്ടതേ ഫാദേഴ്സ് ബ്രദർ. അല്ലെങ്കിൽ ആളെ വിളിക്കുന്നത് അങ്കിൾ. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇനി ഓപ്ഷൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, പറ്റേണൽ അങ്കിൾ. അപ്പം ഓപ്ഷൻ ഏതാന്ന് നോക്കിയിട്ട് ചൂസ് ചെയ്യുക. അവർ ഡയറക്റ്റ്ലി എങ്ങനെയാണോ റിലേഷൻ അതുപോലെയാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഫാദറിൻ്റെ ബ്രദർ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അങ്കിൾ ആയിരിക്കും. അതും അല്ലെങ്കിൽ എക്സാക്റ്റ് പറഞ്ഞാൽ ഫാദറിൻ്റെ ബ്രദർ ആയതുകൊണ്ട്
പറ്റേണൽ അങ്കിൾ എന്ന് വരാം. ഈ ഒരു പാറ്റേണിലായിരിക്കും ഓപ്ഷൻസ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇതിൽ കൂട്ടത്തിൽ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഫാദേഴ്സ് ബ്രദർ ആണ്. ക്ലിയർ അല്ലേ? ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ. ജസ്റ്റ് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് ആവുന്നുണ്ടാവും. ഇനി പാറ്റേൺ മാറിയിട്ട് അടുത്തൊരു ടൈപ്പ് കോഡഡ് റിലേഷൻസ് ചോദിക്കും എന്ന് പറഞ്ഞല്ലേ, അതിലേക്ക് വരാം. കോഡഡ് പാറ്റേണിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്? ക്വസ്റ്റ്യൻ്റെ ഒരു ടൈപ്പ് നോക്കിയേ. P%Q means P is the brother of Q. P plus Q means P is the daughter of Q. P equal to Q means P is the son. P hash Q means P is the wife. അങ്ങനെ ഓരോ സിമ്പിളിനും കറസ്പോണ്ടിങ് ഓരോ മീനിങ്ങാണ്. പെർസെൻറ്റേജ് വന്നാൽ ബ്രദർ, പ്ലസ് എന്ന് വന്നാൽ ഡോട്ടർ എന്ന് കൊടുക്കുക. P plus Q എന്നാണെങ്കിൽ P is the daughter of Q. അങ്ങനെ ഈക്വൽ വന്നാൽ സൺ ആയിരിക്കും, ഹാഷ് എന്ന് വന്നാൽ വൈഫ്. ഇങ്ങനെ കുറേ റിലേഷൻസ് ആണ് വന്നിരിക്കുന്ന. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഇഫ് L plus M%N equal to O hash P, how is P related to L? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഹൗ ഈസ് P related to L കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാനായിട്ട്, ഈ എക്സ്പ്രഷൻ സോൾവ് ചെയ്യാനായിട്ടാണ് ഈ സിമ്പിൾസിന് കറസ്പോണ്ടിങ് മീനിങ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് മീനിങ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് മീനിങ് സബ്സ്റ്റിറ്റ്യൂഷൻ? ആദ്യത്തെ സിമ്പിൾ എടുക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ 2 ലെറ്റേഴ്സ് എടുക്കുക. L plus M എന്നല്ലേ വന്നിരിക്കുന്ന. ഇവിടെ നോക്കി, പ്ലസ് വെച്ചിട്ടുള്ളത് നമുക്കുള്ളത് P plus Q എന്നാണ്. ഈ പിയുടെയും ക്യൂവിൻ്റെയും സ്ഥാനത്ത് നമ്മൾ എല്ലും എമ്മും ഇട്ട് കൊടുത്താൽ ഇത് മാറ്റി വായിക്കാൻ പറ്റില്ലേ? P plus Q means P is the daughter of Q. അപ്പോൾ L plus M എന്തായിട്ട് എടുത്താൽ മതി? പിയുടെയും ക്യൂവിൻ്റെയും സ്ഥാനത്ത് എല്ലും എമ്മും ആയിട്ട് റീഡ് ചെയ്ത് നോക്ക്. L is the daughter of M എന്ന് ഇട്ടില്ലേ? അത്രയേ ഉള്ളൂ. ജസ്റ്റ് എന്താണോ ആ സിമ്പിളിൻ്റെ മീനിങ് പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം P plus Q P is the daughter ആണെങ്കിൽ L plus Mൻ്റെ മീനിങ് എന്തായിട്ട് എടുത്താൽ മതി? L is the daughter of M. L is the daughter of M എന്നാണ് അല്ലേ? അപ്പം എമ്മിൻ്റെ ഡോട്ടറാണ് എൽ. എം കഴിഞ്ഞ് അടുത്ത ജനറേഷനിലാണ് ആര് വരുന്നത്? എൽ വരുന്നത്. L is the daughter എന്ന് പറഞ്ഞാൽ എൽ അപ്പം ഫീമെയിൽ പേഴ്സൺ ആണ് നോക്കിയല്ലേ? എൽ എമ്മിൻ്റെ ഡോട്ടർ. എല്ലിനാണ് ഫീമെയിൽ നൊട്ടേഷൻ വരുന്നത്. അടുത്തത് M%N. അടുത്ത 2 ലെറ്റേഴ്സ് എടുക്കുക, അല്ലെങ്കിൽ അടുത്ത സിമ്പിൾ അതിൻ്റെ അപ്പുറം ഉള്ളത് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് പോവാം. M%N അല്ലേ? P%Q എന്ന് വെച്ചാൽ P is the brother of Q. So that M%Nൻ്റെ മീനിങ് എന്താവും? M is the percentage brother of ഇവിടുത്തെ N. M is the brother of N. M is the brother of N. അപ്പോൾ M മെയിൽ പേഴ്സൺ ആണ്, ബ്രദർ ആരുടെയാ? എന്നിൻ്റെ ബ്രദർ. അപ്പോൾ എമ്മും എന്നും സിബ്ലിങ്സ് ആണ്, മനസ്സിലായി? ദെൻ നെക്സ്റ്റ് സിമ്പിൾ അല്ലെങ്കിൽ നെക്സ്റ്റ് 2 ലെറ്റേഴ്സ് N equal to O. N equal to O. P equal to Q means P is the son of Q. So that N equal to O means N is the son of O എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. N is the son of O. N സൺ ആണ്, ആരുടെ സണ്ണാ? ഓയുടെ സൺ. അപ്പോൾ ഓയുടെ അടുത്ത ജനറേഷനിലല്ലേ N വരേണ്ടത്. സോ ഈ ജനറേഷനിൽ O ആയിരിക്കും. ഓയുടെ സണ്ണാ N വരുന്നത്. ഓയുടെ സണ്ണാണെങ്കിൽ എമ്മും ഓയുടെ ചൈൽഡ് ആയിരിക്കില്ലേ? കാരണം ഇവർ രണ്ടും സിബ്ലിങ്സ് ആണ്, ഇവരുടെ പേരൻ്റ് ആയിട്ടാണ് അപ്പം O വരുന്നത്. അങ്ങനെയാണെങ്കിൽ N is the son of O എന്ന് പറയുമ്പം എമ്മും ഓയുടെ തന്നെ ചൈൽഡ് ആയിരിക്കും. ലാസ്റ്റ് പോയിന്റ് O hash P. ആ എക്സ്പ്രഷനോടെ തീരുകയാണ്. O hash P. P hash Q means P is the wife of Q. അപ്പോൾ O hash Pയുടെ മീനിങ് എന്തായിരിക്കണം? O is the wife of P. O is the wife of P. അപ്പോൾ O ഫീമെയിൽ ആണ്, വൈഫ് ആരുടെയാ? പിയുടെ വൈഫ്. അപ്പോൾ പിയും ഓയും കപ്പിൾസ് ആണ്, അവരുടെ ചിൽഡ്രൻ ആണ് എമ്മോ എന്നും. എമ്മിൻ്റെ ചൈൽഡാണ് എൽ. ഇനി ക്വസ്റ്റ്യൻ ഹൗ ഈസ് പി റിലേറ്റഡ് ടു എൽ എന്നാണ്. ഇതിൽ ഓ ഫീമെയിൽ ആകുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതുകൊണ്ട് പിയെ നമുക്ക് ഹസ്ബൻഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ദെൻ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന പി റിലേറ്റഡ് ടു എൽ. എല്ലിൻ്റെ ആരാ പി വരുന്നത്? എല്ലിൻ്റെ ആരാന്ന് ചോദിച്ചാൽ എല്ലിൻ്റെ ഫാദറാണ് എം. എല്ലിൻ്റെ ഫാദർ എം, ഫാദറിൻ്റെയും ഫാദറാണ് പി വരുന്നത്. അപ്പോൾ ഫാദേഴ്സ് ഫാദർ ഓപ്ഷനിൽ ഡയറക്റ്റ്ലി ഫാദേഴ്സ് ഫാദർ എന്ന് നടക്കുന്ന, അല്ലെങ്കിൽ എന്തായിരുന്നു വരുന്നത്? ഗ്രാൻഡ് ഫാദർ. അതും അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സാക്ട്ലി പറഞ്ഞാൽ എന്തായിരിക്കും? ഫാദേഴ്സ് ഫാദർ ആയതുകൊണ്ട് പാറ്റേണൽ ഗ്രാൻഡ് ഫാദർ. ഇതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഡയറക്റ്റ്ലി ഫാദേഴ്സ് ഫാദർ എന്ന് പറയുന്നു. സോ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഈ പാറ്റേണിൽ ഇനി എന്തൊക്കെ വേരിയേഷൻസ് വരാം, ക്വസ്റ്റ്യൻ്റെ ടൈപ്പ് എങ്ങനെയൊക്കെ മാറി ചോദിക്കാൻ നോക്കാം. നെക്സ്റ്റ് വൺ അഗെയിൻ
വേറെ കുറേ മീനിങ് ആണ് തന്നിരിക്കുന്നത്. എ പ്ലസ് ബി മീൻസ് എ ഈസ് ദ ഫാദർ, മൈനസ് വന്ന വൈഫ്, ഇൻറ്റു മീൻസ് എ ഈസ് ദ ബ്രദർ ആൻഡ് ഡിവിഷൻ മീൻസ് എ ഈസ് ദ ഡോക്ടർ. അങ്ങനെ 4 സിമ്പിൾസ് തന്നിട്ടുണ്ട്. ആസ് പെർ വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പ്രഷൻസ് എസ് ഈസ് ദ വൈഫ് ഓഫ് പി. ഓൾറെഡി അവർ റിലേഷൻ പറയുന്നുണ്ട്. എസ് ഈസ് ദ വൈഫ് ഓഫ് പി എന്നാണ് കിട്ടുന്ന. ഏത് എക്സ്പ്രഷൻ അനുസരിച്ചിട്ടാണ് എസ് ഈസ് ദ വൈഫ് ഓഫ് പി കിട്ടുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ ഏതനുസരിച്ചിട്ടാണ് എസ് ഈസ് ദ വൈഫ് ഓഫ് പി ആവുന്നത്? അപ്പോൾ ഓരോ എക്സ്പ്രഷൻസ് എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, എന്നാലാണ് നമുക്കത് കറക്റ്റ് മനസ്സിലാവുന്നത്. എസ് ഈസ് ദ വൈഫ് ഓഫ് പി. അപ്പോൾ ആദ്യത്തത് എസ് പ്ലസ് ക്യൂ. എസ് പ്ലസ് ക്യൂ എന്ന് പറയുമ്പം പ്ലസിൻ്റെ മീനിങ് ഫാദർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. ജസ്റ്റ് ഇതെങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയിട്ട് ബാക്കി പറയാം. അടുത്ത ക്യൂ ഇൻറ്റു ആർ. ഇൻറ്റു വന്നാൽ ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ക്യൂ ആറും സിബ്ലിങ്സ് ആയി. അപ്പം എസിൻ്റെ തന്നെ ചിൽഡ്രൻ ആയിരിക്കും ക്യൂ ആറും. ആർ ബൈ പി എന്ന് പറയുമ്പം ആർ ബൈ പി, ആർ ഈസ് ദ ഡോട്ടർ ഓഫ് പി. പിയുടെ ഡോട്ടറാന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് ഇവർ സിബ്ലിങ്സ് ആണ് അല്ലേ? ഇവരുടെ പേരൻസ് ആണ് എസും പിയും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവർ സിബ്ലിങ്സ് ആണ്, ഇവരുടെ പേരൻസ് എസും പിയും ആണെങ്കിൽ എസും പിയും തമ്മിൽ എന്ത് റിലേഷൻ ആയിരിക്കും? അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും. എസ് മെയിൽ ആകുമ്പോൾ നമുക്ക് പി ഫീമെയിൽ ആയിട്ടൊക്കെ കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? എസ് ഈസ് ദ വൈഫ് ഓഫ് പി എന്ന് കിട്ടുന്ന ഓപ്ഷൻ ഏതാണെന്നാണ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ സോൾവ് ചെയ്ത് വന്നാൽ നമുക്ക് എന്താ കിട്ടിയ? എസ് ഈസ് ദ ഹസ്ബൻഡ് ഓഫ് പി എന്നാണ്. അവിടെ ആ ഒരു ജെൻഡർ വ്യത്യാസം വന്നില്ലേ? സെക്കൻഡ് ഓപ്ഷൻ എടുത്ത് നോക്കിയേ. സെക്കൻഡ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പി പ്ലസ് ക്യൂ ആണ് നമ്മൾ ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പി പ്ലസ് ക്യൂ. പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ. അപ്പോൾ പി മെയിൽ പേഴ്സൺ ആണ് ക്യൂവിൻ്റെ ഫാദർ. അടുത്ത എന്താ? ക്യൂ ഇൻറ്റു ആർ. ക്യൂ ഇൻറ്റു ആർ. എ ഇൻറ്റു ബി. എ ഈസ് ദ ബ്രദർ ആണെങ്കിൽ ക്യൂ ഇൻറ്റു ആർ, ക്യൂ ഈസ് ദ ബ്രദർ ഓഫ് ആർ. ക്യൂ ആറിൻ്റെ ബ്രദറാന്ന് പറയുന്നുണ്ട്. എഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ പിയുടെ ചിൽഡ്രൻ ആണ് ക്യൂ ആർ എന്ന് മനസ്സിലായി. അടുത്ത എന്താ ഉള്ളത്? ആർ ബൈ എസ്. ആർ ഈസ് ദ ഡോട്ടർ ഓഫ് എസ്. ആറ് എസിൻ്റെ ഡോട്ടറാണ്. അപ്പോൾ എസ് കഴിഞ്ഞ് അടുത്ത ജനറേഷനിലാണ് ആറ് വരുന്ന. ആർ ഈസ് ദ ഡോട്ടർ, ഫീമെയിൽ ആണ്. അഗെയിൻ വീണ്ടും ആലോചിക്കുമ്പോൾ എന്താ മനസ്സിലാവുന്ന? ഇവർ ചിൽഡ്രൻ ആണ്, അതായത് ക്യൂവും ആറും സിബ്ലിങ്സ് ആണ്. ഇവരുടെ പേരൻസ് ആണ് പി യു എസും. അപ്പോൾ പി യു എസും എങ്ങനെയാണ് റിലേറ്റഡ്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കും. അപ്പോൾ എസ് ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. സോ ദാറ്റ് എസ് ഈസ് ദ വൈഫ് ഓഫ് പി. കൺഫേം ആയില്ലേ? നമുക്ക് സെക്കൻഡ് ഓപ്ഷനിൽ നിന്ന് കിട്ടി. ഇവിടെ അല്ലെങ്കിൽ തന്നെ നോക്കിയാൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ? എസ് പ്ലസ് ക്യൂ. എസ് പ്ലസ് ക്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ എസ് ഈസ് ദ പ്ലസിൻ്റെ മീനിങ് ഫാദർ ഓഫ് ക്യൂ എന്നായി. പ്ലസ് എസ് ഫാദർ ആകുമ്പോൾ എസ് മെയിലായി. പക്ഷെ ഇവിടെ വേണ്ടുന്ന എന്താ? എസ് ഈസ് ദ വൈഫ് എന്നല്ലായിരുന്നോ? അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യാവുന്നേ ഉള്ളൂ. അതിൽ നിന്ന് എന്തായാലും കിട്ടാൻ പോകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അത് ഫുള്ള് വരച്ചില്ലെങ്കിലും ആദ്യം തന്നെ എസ് ഒരു മെയിലായിട്ടാണ് കിട്ടുന്നത്. എസ് ഈസ് ദ വൈഫ് എന്നായിട്ടുണ്ട്. സോ ഈ ഓപ്ഷൻ ചെയ്യണമെന്നില്ല, നമുക്ക് അത് എലിമിനേറ്റ് ചെയ്തിട്ട് സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അവിടെ കിട്ടുന്നുണ്ട് എസ് ഈസ് ദ വൈഫ് ഓഫ് പി. സോ ആൻസർ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയാം. ഇനി ഈ രണ്ട് പാറ്റേൺ ആണ് മെയിനായിട്ട് ഈ ഒരു കോഡഡ് ഫോമിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഇനി ഇതിൽ വേറൊരു രീതിയിൽ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റുവാണെങ്കിൽ ഈ ഒരു പാറ്റേൺ ഇതിലെന്താ ചേഞ്ച് നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എന്താ വ്യത്യാസമുള്ളത്? ഓരോ സിമ്പിൾസിനും ഓരോ കറസ്പോണ്ടിങ് മീനിങ് ഉണ്ട്. എ എച്ച് ബി മീൻസ് എ ഈസ് ദ സിസ്റ്റർ, എ ആംബസൻ, എ ഹാഷ്, എ ഡോളർ, എല്ലാത്തിൻ്റെയും മീനിങ് തന്നിട്ടുണ്ട് പ്ലസും. ദെൻ ഒരു വലിയ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഇഫ് ഇതാണെങ്കിൽ ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാ കറക്റ്റ് അല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിയാലോ. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. എ ആംബസൻ സി. ഇപ്പോൾ എല്ലാവർക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാലോ. ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കി. എ ആംബസൻ സി. എ ഈസ് ദ ബ്രദർ ഓഫ് സി. അവിടെ നിന്ന് അങ്ങോട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവും. എ ഈസ് ദ ബ്രദർ ഓഫ് എ ആംബസൻ. എ ഈസ് ദ ബ്രദർ ഓഫ് സി. എ സിയുടെ ബ്രദറാണ്. അടുത്ത സി പ്ലസ് ഇ അല്ലേ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന? സി പ്ലസ് സി. എ പ്ലസ് ആണെങ്കിൽ എ ഈസ് ദ ഫാദർ. അപ്പോൾ സി പ്ലസ് ഇ ആണെങ്കിൽ സി ഈസ് ദ ഫാദർ ഓഫ് ഇ. സി ഈസ് ദ ഫാദർ ഓഫ് ഇ. ഇയുടെ ഫാദർ. അപ്പോൾ ഈ ജനറേഷനിൽ വന്നു. അടുത്ത എന്താ ചെയ്യേണ്ട? ഈ ഡോളർ ജി. ഡോളറിൻ്റെ മീനിങ് നോക്കി. ഈസ് ദ മദർ. ഫസ്റ്റ് പേഴ്സൺ ഈസ് ദ മദർ ഓഫ് സെക്കൻഡ് പേഴ്സൺ. അപ്പോൾ ഈ ഡോളർ ജി എന്ന് വെച്ചാൽ ഈസ് ദ മദർ ഓഫ് ജി എന്ന് കൊടുത്താൽ മതി. ഈ മദറാണ് ഫീമെയിൽ പേഴ്സൺ. ആരുടെ മദറാ? ജിയുടെ മദർ. അടുത്ത നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ജി ഹാഷ് ആയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ഹാഷ് ആണെങ്കിൽ എ ഈസ് ദ വൈഫ്. സോ ദാറ്റ് ജി ഹാഷ് എ ആണെങ്കിൽ ജി ഈസ് ദ വൈഫ് ഓഫ് ഐ. ജി വൈഫാണ്, ഫീമെയിൽ പേഴ്സൺ. ആരുടെയാ? ഐയുടെ വൈഫ്.
അപ്പം ജിയും ഐയും കപ്പിൾസായി. അവിടെ എന്തായാലും ഐ മെയിലാന്ന് പറയാൻ പറ്റും. അടുത്ത സെൻറ്റൻസ് ഐ ആംബസൻ കെ എന്ന് നടക്കുന്ന ഐ ആംബസൻ വന്ന ഐ ഈസ് ദ ബ്രദർ ഓഫ് കെ. നമുക്ക് അല്ലെങ്കിലും ഐ മെയിലാന്ന് മനസ്സിലായി. ഇവിടെ കണക്ട് ചെയ്ത് ഐ ഈസ് ദ ബ്രദർ ഓഫ് കെ എന്ന് പറയുന്നുണ്ട്. സോ കെ കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് കെ പ്ലസ് എം, വീണ്ടും എ പ്ലസ് ബി എന്ന് വെച്ചാൽ എ ഈസ് ദ ഫാദർ ആയിരുന്നു. സോ ദാറ്റ് കെ പ്ലസ് എം മീൻസ് കെ ഈസ് ദ ഫാദർ ഓഫ് എം. കെ എന്ന് പറയുന്ന ആള് എമ്മിൻ്റെ ഫാദറായിട്ട് കിട്ടി. ഇനി എന്താ ഉള്ളത്? എം അറ്റ് ഒയും കൂടെ ഉള്ളൂ. എം അറ്റ് ഒ ഇത് എടുക്കുന്നു. എ അറ്റ് ബി ആണെങ്കിൽ എ ഈസ് ദ സിസ്റ്റർ ആയതുകൊണ്ട് എം അറ്റ് ഒയുടെ മീനിങ് എം ഈസ് ദ സിസ്റ്റർ ഓഫ് ഒ എന്നാവണം അല്ലേ? എം ഈസ് ദ സിസ്റ്റർ ഓഫ് ഒ, അതായത് ഇവരുടെ ചിൽഡ്രൻ ആണ്, കെയുടെ ചിൽഡ്രൻ ആണ് എമ്മും ഒയും, സിബ്ലിങ്സ് ആണ്. ഓക്കെ, ദെൻ നമ്മളെ ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് കറക്റ്റ്. തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യുക ഓപ്ഷൻസിൽ നിന്ന്. ഈ നോട്ട് വിട്ടുപോലെ കറക്റ്റ് അല്ലാത്തത്, തെറ്റായിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ സി ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ജി. സി ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ജി. നോക്കി, ജിയുടെ മദറിൻ്റെ ഫാദറാണ് സി. അപ്പം മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ കറക്റ്റാണ്. ഓപ്ഷൻ കറക്റ്റാണ്. നമുക്ക് നോട്ട് കറക്റ്റാണ്, ആൻസർ അല്ല. ഇത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഒ ഈസ് ദ ഡോട്ടർ ഓഫ് കെ. ഒ ഈസ് ദ ഡോട്ടർ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല അല്ലേ? ജെൻഡർ ക്ലിയർ അല്ല. എം അറ്റ് ഒ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം ഈസ് ദ സിസ്റ്റർ ഓഫ് ഒ എന്നാണ് കിട്ടുന്ന, ഒരു ജെൻഡർ അറിയില്ല. എം ഈസ് ദ ഡോട്ടർ ഓഫ് കെ. എം ഈസ് ദ ഡോട്ടർ ഓഫ് കെക്ക് കുഴപ്പമില്ല. കെയുടെ ഡോട്ടർ ആണോ എം എന്ന് ചോദിച്ചാൽ അതെ, ജെൻഡറൊക്കെ അറിയാം, കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കെ ഈസ് ദ ഫാദർ ഓഫ് ഒ. കെ ഒയുടെ ഫാദർ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണോ? കെ ഈസ് ദ ഫാദർ ഓഫ് ഒ, ഇതാണ് ലാസ്റ്റ് ഓപ്ഷൻ ഡി വരുന്നത്. കെ ഈസ് ദ ഫാദർ ഓഫ് ഒ. ഒയുടെ ഫാദർ കെ, കറക്റ്റ് ആണ്. ഇവര് സിബ്ലിങ്സ് ആണ്, ഇവരുടെ പേരൻ്റ് അല്ലേ കെ വരുന്ന. അപ്പം കെ ഈസ് ദ ഫാദർ ഓഫ് ഒ എന്ന് പറഞ്ഞാലും റെഡിയാണ്. അപ്പം ഈ കൂട്ടത്തിൽ ഈ 3 ഓപ്ഷൻസും ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല, ഡോട്ടർ ആണോ സൺ ആണോ എന്ന് പറയാൻ പറ്റില്ല. സോ ആൻസർ ഓപ്ഷൻ ബി ആയിരിക്കും. സോ ഈ 3 പാറ്റേണിലാണ് ഈ ഒരു കോഡഡ് ഫോമിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക. ഒന്നുകിൽ ഒരു എക്സ്പ്രഷൻ തന്നിട്ട് ഒരു റിലേഷൻ എന്താണെന്ന് ചോദിക്കാം, ഇതുപോലെ കറക്റ്റോ കറക്റ്റ് അല്ലാത്ത ഏതെങ്കിലും ഒരു ആൻസർ ഓപ്ഷനിൽ ചൂസ് ചെയ്യാൻ ചോദിക്കാം. അതുമല്ലെങ്കിൽ ഒരു റിലേഷൻ തന്നിട്ട് ഏത് ഓപ്ഷനിൽ നിന്നാണ്, ഏത് എക്സ്പ്രഷനിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കുക. ഇത്രയും പാറ്റേൺസ് ആണ് കോഡഡ് ഫോമിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി നമുക്ക് വരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോർഷൻ. ഈ ഒരു കോഡഡ് ഫോമിലെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണെങ്കിൽ നമുക്ക് ഈ ഒരു കോഡഡ് ഫോമിലെ പാറ്റേൺസ് എല്ലാം കഴിയും. നെക്സ്റ്റ് വരുന്ന അതിൽ ശ്രദ്ധിക്കേണ്ട എന്താണെന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താണ് ഇവിടെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോർഷൻ? ഓക്കെ ആണ്, സിമ്പിൾസിൻ്റെ മീനിങ് തന്നിട്ടുണ്ട്, ഒരു എക്സ്പ്രഷൻ സോൾവ് ചെയ്താൽ മതി, ആൻസർ ആവും. ദെൻ വാട്ട്സ് ഇഷ്യൂ? ഇവിടെ എന്താ പ്രശ്നമുള്ള? മീനിങ് വായിച്ചു നോക്കിയേ. എ പ്ലസ് ബി മീൻസ് ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ബി ഈസ് ദ ഫാദർ ഓഫ് എ. എ പ്ലസ് ബി മീൻസ് ബി ഈസ് ദ ഫാദർ ഓഫ് എ. എന്താ വ്യത്യാസമുള്ളത്? ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എയും പിന്നെയാണ് ബിയെ കുറിച്ച് പറയുന്നത്, എ പ്ലസ് ബി. സാധാരണ എൻ്റെ ഒരു മീനിങ് പറഞ്ഞു പോകുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് പേഴ്സൺ, എ ഈസ് ദ ഫാദർ ഓഫ് ബി എന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ ആരാണോ ഫസ്റ്റ് വന്നിരിക്കുന്നത് ആ പേഴ്സൺ തന്നെയായിരിക്കും ഇവിടെയും ഫസ്റ്റ് വരുന്നത് അല്ലേ? പക്ഷെ ഇതെങ്ങനെയാ? തിരിഞ്ഞു വന്നിരിക്കുകയാണ്. ബി ഈസ് ദ ഫാദർ ഓഫ് എ എന്നാണ് വന്നിരിക്കുന്നത്. എല്ലാം അങ്ങനെ തന്നെയല്ലേ? ഇവിടെ എ മൈനസ് ബി എന്നാണെങ്കിൽ ബി ഈസ് ദ മദർ ഓഫ് എ എന്നാണ്. ഇവിടെ എ ഡോളർ ബി, ബി ഈസ് ദ ഹസ്ബൻഡ് ഓഫ് എ. അപ്പോൾ നമ്മൾ എപ്പോഴും മീനിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തും കൂടെ ആലോചിക്കണം, ആ സ്റ്റേറ്റ്മെൻറ്റ് തിരിച്ചെടുക്കാനും കൂടെ ശ്രദ്ധിക്കണം. റിവേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും ഈ മീനിങ് തരുമ്പം. ഡയറക്റ്റ്ലി നമ്മൾ നേരത്തെ കണ്ട പോലെ ഉണ്ടാവും. അപ്പോൾ അത് ബൈ ഡിഫോൾട്ട് അങ്ങനെയാണെന്ന് വായിച്ച് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ ശ്രമിക്കരുത്. ഇങ്ങനെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും ആൻസർ ചെയ്യുന്നത് നോക്കി. എ പ്ലസ് ബി. എ പ്ലസ് ബി മീൻസ് ബി ഈസ് ദ ഫാദർ എന്നല്ലേ? ഇവിടെയും സെയിം എയും ബിയും തന്നെയാണ്, അപ്പം വ്യത്യാസമൊന്നുമില്ല. എ പ്ലസ് ബി മീൻസ് ബി ഈസ് ദ, എ ഈസ് ദ അല്ല, ബി ഈസ് ദ ഫാദർ ഓഫ് എ എന്ന് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ബി ഈസ് ദ ഫാദർ ഓഫ് എ, എയുടെ ഫാദർ. അപ്പോൾ എക്ക് മുമ്പുള്ള ജനറേഷനിലാണ് ബി വരുന്നത്. ബി ഈസ് ദ ഫാദർ ഓഫ് എ. അടുത്ത് എന്താ ചെയ്യേണ്ട? ബി മൈനസ് സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോർഷൻ എന്താ? എ മൈനസ് ബി എന്നാണെങ്കിൽ ബി ഈസ് ദ മദർ എന്നായതുകൊണ്ട് ബി മൈനസ് സിയുടെ മീനിങ് എന്തായിട്ട് എടുക്കണ്ട? സി ഈസ് ദ മദർ ഓഫ് ബി. സി ഈസ് ദ മദർ ഓഫ് ബി. സി ഈസ് ദ മദർ ഓഫ് ബി എന്ന് പറഞ്ഞാൽ ബിക്ക് മുമ്പുള്ള ജനറേഷനിലാണ് നമ്മൾ സിയെ കൊടുക്കേണ്ടത്. സി മദർ ആണ്, മെയിൽ പേഴ്സൺ. റെഡി അല്ലേ? ലാസ്റ്റ് പോർഷൻ സി ഡോളർ ഡി. ഡോളർ എന്ന് പറയുമ്പോൾ
എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട? ഫസ്റ്റ് പേഴ്സൺ അല്ല സെക്കൻഡ് പേഴ്സൺ. $A ആണെങ്കിൽ $B എന്നാണെങ്കിൽ B ഈസ് ദ ഹസ്ബൻഡ് എന്നായതുകൊണ്ട് ഇവിടെ എന്താ എടുക്കണ്ട? $C മീൻസ് D ഈസ് ദ ഹസ്ബൻഡ് ഓഫ് C. D ഈസ് ദ ഹസ്ബൻഡ് ഓഫ് C. സിയുടെ ഹസ്ബൻഡ് പേരായിട്ട് വേണം D കൊടുക്കാൻ, ഹസ്ബൻഡ്. ഓക്കെയാണ്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ഹൗ ഈസ് D റിലേറ്റഡ് ടു A? D റിലേറ്റഡ് എന്ന് വെച്ചാൽ ഡിക്കാണ് ക്വസ്റ്റ്യൻ മാർക്ക്. എയുടെ ജെൻഡർ അറിയണമെന്നൊന്നുമില്ല. D ആരാണ്? എയുടെ ആരായിട്ട് വരും? എയുടെ ആരാ D നോക്കിയേ. എയുടെ ഫാദറാണ് B, ഫാദറിൻ്റെയും ഫാദറാണ് D വരുന്നത്. ഫാദേഴ്സ് ഫാദർ. ഇതുണ്ട് സെക്കൻഡ് ഓപ്ഷൻ. ഇത്രയാണ് ബ്ലഡ് റിലേഷനെ ബേസ് ചെയ്ത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യൂബ്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഡൈസിനെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസും ബ്ലഡ് റിലേഷനിൽ നിന്ന് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതെന്നാണ്. സോ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.